مريم رسول الله لا إله إلا الله عيسى 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 مريم رسول الله ഈസബ്നു മറിയം റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ഖുറാഫികൾ കഴിഞ്ഞ ക്രിസ്തുമസ് ആഘോഷിച്ച ആ ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിന് ഉണ്ടായ കാരണം, നിങ്ങൾ നബിദിനം ആഘോഷിക്കുന്നില്ലേ, നബിയുടെ ജന്മദിനം എന്ന് പറഞ്ഞുകൊണ്ട് മിലാദു ഷരീഫ് എന്ന പേരിട്ടുകൊണ്ട് നബിദിനം ആഘോഷിക്കുന്നില്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങൾക്കൊപ്പം ക്രിസ്തുമസ് ആഘോഷിക്കാത്തത് എന്ന് ചോദിച്ചപ്പോ ചില ആളുകൾ ചെയ്ത ഒരു കാര്യമാണ് ക്രിസ്മസ് കേക്കൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അതിന് നാലുപുറം ഇരുന്നു കൊണ്ട് ഈസബ്നു മറിയം റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞുകൊണ്ട് കേക്ക് മുറിച്ചിട്ടുള്ള ആഘോഷം. ഇത് കാണുമ്പോൾ തെറ്റിയിരിക്കുന്നു വേണ്ട, അത് നമ്മൾ റിയാക്ടിംഗ് വീഡിയോസിൽ ഒരു തവണ കാണിച്ചതാണ്. ഇവർക്ക് ഇത്രയുള്ള കാര്യങ്ങൾ ഖുറാഫി TV അതാണ് ഇത് പുറത്തു വിട്ടിട്ടുള്ളത്. ഇനി നമുക്ക് മൊയ്തീൻ ഷെയ്ഖ് റഹിമഹുല്ലാന്റെ പേരിൽ പുതിയൊരു വെബ്സൈറ്റ് ഓപ്പൺ ആയ ഒരു കാര്യമാണ് കേൾക്കാനുള്ളത്. നമുക്കൊന്ന് കേട്ടുവരാം. എന്റെ ഉമ്മമാരെ, എന്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, കുത്തുബസ്സമാനെ എവിടെ വെച്ചും വിളിച്ചോ, മഹാനവറുകളോട് എവിടെ വെച്ചും വിഷമം പറഞ്ഞോ, അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. കുത്തുബസ്സമാന് റബ്ബിനോട് വല്ലതും പറഞ്ഞാൽ അത് അല്ലാഹു തട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാര്, മഹത്തുക്കള്, ഔലിയാക്കന്മാർ ഇത്തരം ബന്ധം സ്ഥാപിക്കാനുണ്ടായ കാരണമെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു പോകാനുണ്ട്. ഹാഉലായി ശുഫാഉന ഇൻദല്ലാഹ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ലാത്തേയും ഉസ്സയെയും മനാത്തേയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾക്ക് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ അള്ളാഹു ഇല്ലേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞപ്പോ ഹാഉലായി ശുഫാഉന ഇൻദല്ലാഹ്, ഞങ്ങള് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ആരാധ്യന്മാരായ ഔലിയാക്കളായ ലാത്തയും ഉസ്സയും മനാത്തയൊക്കെ ഞങ്ങൾ അള്ളാഹുവിലേക്ക് ശുപാർശ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അവരെ വിളിച്ചു തേടുന്നതെന്ന് പറഞ്ഞു. ഇത് അതുപോലെയല്ലേ എന്ന് പറയാനാണ് കട്ടിയത്. ബാക്കി കേൾക്കാം. വെബ്സൈറ്റിന്റെ കാര്യം കേൾക്കണ്ടേ? ആ പഴയകാല സംസ്കാരത്തിലേക്ക് തിരിച്ചു പോവുക. അള്ളാഹുവിന്റെ യഥാർത്ഥ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അടിമകൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണ്. ഔലിയാക്കളെ സ്നേഹിക്കാത്തവർക്ക് അള്ളാഹുവിന്റെ തൃപ്തിയില്ല. പക്ഷെ ആരാണ് ഔലിയ എന്ന് നിങ്ങൾക്കറിയുകയുമില്ല. അതാണ് പറയാനുള്ളത്. ആരാണ് അള്ളാന്റെ ഔലിയാക്കള്? ഈ അള്ളാന്റെ ഔലിയാക്കൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഇങ്ങക്ക് അറിയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്തിലാണ് ഷിർക്കുള്ളത് അത് പോയി ചെയ്യുക, എന്താണ് മതത്തിലില്ലാത്തത് അത് വാരിപ്പുണരുക. അത്രേ ഉള്ളൂ. പറയും കാക്കാം. ഞങ്ങളെ 1000 പ്രാവശ്യം വിളിച്ചാൽ മുറാദ് ഹാസിലാകുമോ? എന്നെ 1000 തവണ വിളിച്ചാൽ മെനക്കെട്ട് വിളിക്കാൻ തയ്യാറായാൽ ഞാന് അവനെ സഹായിക്കും. മൊയ്തീൻ ഷെയ്ഖിന്റെ വെബ്സൈറ്റാ അത്. മൊയ്തീൻ ഷെയ്ഖിന്റെ വെബ്സൈറ്റ് ആണെന്നാ പറഞ്ഞത്. എന്ത്? ഒരാൾ ചോദിക്കുകയാണ് 1000 വട്ടം വിളിച്ചാല് മൊയ്തീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ് സഹായിക്കുമോ എന്നുള്ളത്. അത് സഹായിക്കും. അത് മൊയ്തീൻ ഷെയ്ഖിന്റെ വെബ്സൈറ്റ് ആണെന്നാ പറഞ്ഞത്. ബാക്കി പഴച്ചല്ല, കേട്ടോളി. അത് 1000 തവണ www അങ്ങനെ ഒരുപാട് ഡബ്ല്യൂല്ലേ. മൊയ്തീൻ ഷെയ്ഖിന്റെ W 1000 തവണ പറയണം, എന്നാലും വിഷയം കിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ മനസ്സിലാവില്ല, മൂപ്പർ വെബ്സൈറ്റ് അതാ. ഓക്കെ, ഇതാണ് ഇവരുടെ മതം, ഇതാണ് ഇവരുടെ ദീന്. മണ്ണാർക്കാട് പ്രദേശത്ത് ഒരു 2000 സ്ക്വയർ ഫീറ്റില് ഒരു മസ്ജിദ് പണി തുടങ്ങുന്നുണ്ട്. അവിടെയുള്ള ആളുകള് ആ മസ്ജിദിലേക്ക് സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇന്ന് ബന്ധപ്പെട്ടിരുന്നു. 2000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള മസ്ജിദും അതിനോട് ചേർന്ന് മദ്രസ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ സഹായിക്കുക എന്നുള്ള ആ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ഓർമ്മയിൽ വെക്കുക. അവരുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു വീഡിയോയിലൂടെ നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ ഒരു ഭവനം നിർമ്മിക്കുവാനാണ്. അവിടെ നമ്മൾ സഹായിക്കുന്ന ഓരോ നാണയവും അത് നമുക്ക് നാളെ നാം മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും ജാരിയായ സദക്കയായിട്ട് വന്നുകൊണ്ടിരിക്കും എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇനി ഇവിടെ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ ഈ ഖുറാഫാത്തും ബിദഅത്തും ഇതുപോലെയുള്ള
പൊള്ളും കരിമ്പൊള്ളും മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളിൽ നിന്നും നമുക്ക് ഇതൊക്കെ തന്നെ ലഭിക്കുള്ളൂ. നമുക്ക് നമ്മുടെ ജീവിതത്തില് നമുക്ക് ആവശ്യമായ ഇൽമ് പരിശുദ്ധ ഖുർആനിൽ നിന്നും സ്വഹീഹായ ഹദീസിൽ നിന്നും ലഭിക്കുവാന് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുകയും ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ഈമാനോടുകൂടി നാളെ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് നാം യാത്ര ചെയ്യുകയും ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് പരമാവധി സഹോദരന്മാരെ പരിശുദ്ധ ഖുർആനിലേക്കും സ്വഹീഹായ ഹദീസിലേക്കും മടങ്ങുക. പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും നെഞ്ചോട് ചേർക്കുക എന്ന ഓർമ്മപ്പെടുത്തലോടെ വസിയത്തോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.